നമസ്കാരം. പെസഹ പെരുന്നാളാണ്. സ്വർണ്ണനാവുകാരനായ മാറിവാന്യൂസിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ് വിഷയം. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകും വഴി കള്ളന്മാർ ആക്രമിച്ച് വസ്ത്രം കീറി പാതി വഴിയിൽ ഉപേക്ഷിച്ചവൻ്റെ കഥ തന്നെ. കേട്ടു പതിഞ്ഞ നിരവധി പാഠങ്ങൾക്കൊപ്പം ഇതും കൂടി ഇരിക്കുന്നത് നന്നെന്ന് തോന്നുന്നു. യെരുശലേം സ്വർഗീയ യെരുശലേമിനെ അഥവാ പർദീസയെ സൂചിപ്പിക്കുന്നു. കലർപ്പില്ലാത്ത പ്രകൃതിയും കളങ്കമില്ലാത്ത മനുഷ്യരും ചേർന്ന ഏദൻ തോട്ടം. അവിടെ വസിച്ചിരുന്ന ആദമിനെ ദൈവം ധരിപ്പിച്ചിരുന്നത് തേജസ്സിൻ്റെ വസ്ത്രമായിരുന്നു. മുറിഞ്ഞു പോകാത്ത ദൈവസംസർഗം എന്ന മഹാനിക്ഷേപം അവന് അവിടെ ഉണ്ടായിരുന്നു. ജീവിതയാത്രയിൽ ഒരു നാൾ ദൈവകൽപ്പനകളെ അനുസരിക്കുന്ന ഇടമായ സ്വർഗീയ യെരുശലേമിൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് തൻ്റേതായ ആഗ്രഹങ്ങളുടെ താഴ്ചയിലേക്ക് അഥവാ എരിഹോവിലേക്ക് അവനൊന്ന് തിരിഞ്ഞു. ചിന്തകളാകുന്ന കൊള്ളക്കാർ അവൻ്റെ മനസ്സിനെ കവർന്നെടുത്തു. ആത്മാവിനെ മുറിവേൽപ്പിച്ചു. തേജസ്സിൻ്റെ വസ്ത്രം കീറി. മനുഷ്യരാശിയുടെ ജീവിതം പാതി വഴിയിൽ മുറിവേറ്റ് കിടന്നു. ആദാം അവശത പൂണ്ടപ്പോൾ രക്ഷിപ്പാനായി ലേവി, പുരോഹിത, നിബിയന്മാർ ആരും ചെന്നില്ല. അബ്രഹാമും മോശയും മുറിവുകൾ കെട്ടാതെ കടന്നുപോയി. ഇങ്ങനെ ന്യായപ്രമാണ കാലം, പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞുപോയി. വിശ്വാസത്യാഗമാണ് നിന്റെ കുറ്റമെന്ന് എല്ലാവരും വിധിച്ചു. പഴയ നിയമം അവസാനിക്കുന്നു. ഒടുവിൽ പുതിയ നിയമവുമായി ആ ദേശക്കാരനല്ലാത്ത, ഐഹികനല്ലാത്തവൻ വരുന്നു. നിലം പതിച്ച മനുഷ്യപ്രകൃതത്തോട് ചേർന്നിരുന്നു. അവൻ്റെ മുറിവുകൾ കെട്ടി താങ്ങി എഴുന്നേൽപ്പിച്ചു. ഒരു വഴിയമ്പലത്തിൽ എത്തിച്ചു. തൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഇവിടെ അവനെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞ് സത്രക്കാരനെ 2 പണവും അച്ചാരമായി ഏൽപ്പിച്ചു. വഴിയമ്പലം പരിശുദ്ധ സഭയാണ്. തൻ്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവുമാണ് വീണ്ടെടുപ്പിൻ്റെ മറുവിലയായി നൽകിയത്. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പാപമുറിവുകൾക്കാണ് സൗഖ്യമുണ്ടാകുന്നത്. തിരുശരീര രക്തത്തെയും ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന ഒരു ജീവിതമാണ് രക്ഷയെയും വീണ്ടെടുപ്പിനെയും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പെസഹ തിരുനാളിൽ മാത്രമല്ല, ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിന് ഒരുങ്ങുമ്പോഴും ഇതിൽ പരം എന്താണല്ലേ ധ്യാനിക്കാനുള്ളത്. നമസ്കാരം.